Okay, brothers and sisters in Christ, greetings to you all. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്തൃനാമത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം. Almost after a long gap, I am just standing in the presence of God here. ചില ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. Just I want to ask few questions before starting. ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Few general knowledge questions only. പൊതുവിജ്ഞാനത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. How many years back the agriculture or cultivation started? എത്ര വർഷം മുമ്പാണ് കൃഷി ആരംഭിച്ചത്? One. രണ്ടാമതായിട്ട് how many years back the plowshare has been invented? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഉഴുവുന്ന ആ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ സാധനങ്ങൾ കണ്ടുപിടിച്ചത്? മൂന്നാമത്തെ ചോദ്യം, the biggest valley or India is the biggest valley. This is mostly cultivated area. വളരെ ഫലഭൂയിഷ്ഠമായ cultivated plains, which is the biggest cultivated plains in India. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠമായിരിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യപ്പെടുന്നതായിരിക്കുന്ന താഴ്വര ഏതാണ്? You may be thinking in the evidence, not ആദാമിന്റെ കാലത്താണെങ്കിൽ അതിനുള്ള തെളിവ് with evidences, which is approximately how long we have started cultivating. Then the plowshare. For cultivating, we require the plowshare. So how long it might have invented, and the longest plains, which is known in the world. എത്ര വർഷം മുമ്പായിരിക്കും കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചത്? അതിനുള്ള ഉപകരണങ്ങളും എപ്പോഴാണ് ആരംഭിച്ചത്? പിന്നെ ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിരിക്കുന്ന താഴ്വര ഏതാണ്? We have students, we have degrees, we have all educated people are here. I am asking very simple question. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ഉള്ളവർ, അതുകൊണ്ട് ഉത്തരം പറയാൻ കഴിയും. Most of the parents are teaching their kids, but still they are simply silent. പഞ്ചാബിലാണോ? Saji is telling Punjab. സജി ബ്രദർ പഞ്ചാബ് എന്ന് പറയുന്നു. Okay, one clue I will give. Which is the oldest civilizations which is known? ഏറ്റവും പഴയ സിവിലൈസേഷൻ ഏതാണ്? Okay, one of this is Indus Valley civilization. ഇൻഡസ് വാലി സിവിലൈസേഷൻ. Okay, most of the clues are here. You are told Indus Valley civilization. So automatically the clue is that maybe agriculture may be old as Indus Valley civilization, and the plowshare might have invented in Indus Valley civilization. ഒരുപക്ഷെ ഇൻഡസ് വാലി സിവിലൈസേഷനിലായിരിക്കാം, സിന്ധു നദീതട സംസ്കാരം അതിലായിരിക്കാം ഇതൊക്കെയും കണ്ടുപിടിച്ചത്, കൃഷിയും ആരംഭിച്ചു, അതിനുള്ള ഉപകരണങ്ങൾ ആരംഭിച്ചത്. And the third one is also, which is the biggest valley, is Ganga Brahmaputra Valley is the biggest valley in the world. ലോകത്തിലെ ഏറ്റവും വലിയ കൃഷി ചെയ്യപ്പെടുന്ന താഴ്വര എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര താഴ്വരകളാണ്. Why I am telling all these things today? ഇതെല്ലാം എന്തിനാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. For general awareness. ഒരു പൊതു അറിവിന് വേണ്ടിയിട്ടാണ്. Yeah, for general awareness only I am telling. ഒരു പൊതു അറിവിന് വേണ്ടിയാണ് നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞത്. Today we will turn to scripture in the Psalms 129. 129 സങ്കീർത്തനത്തിലേക്ക് നമുക്ക് ധ്യാനത്തിനായിട്ട് തിരിയാം. Anything related to these three questions? ഈ മൂന്ന് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ ഉണ്ടോ? We might have heard these messages 129 Psalms many times. പല പ്രാവശ്യം നിങ്ങൾ ഒരുപക്ഷെ 129 സങ്കീർത്തനത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ധ്യാനം ചിന്തകൾ കേട്ടിട്ടുണ്ടാവും. And today from morning onwards we are hearing this 129 Psalms. Either in the song or in the meditation we are hearing about this. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ പല പാട്ടുകളിലും
ചിന്തകളിലും ഒക്കെയും ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ വന്നിട്ടുണ്ട്. We'll read this 129. 129 സങ്കീർത്തനം നമുക്ക് വായിക്കാം. Yeah. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുജാലുകളെ അവർ നീളത്തിൽ കീറി. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. സിയോനെ വഹിക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. വളരുന്നതിന് മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ. കൊയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈയാകട്ടെ, കറ്റ കെട്ടുന്നവൻ തന്റെ മാറിടമാകട്ടെ എന്നിറക്കിയില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ, യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല. Can we relate anything to these 3 questions, to this Psalms? ഈ 3 ചോദ്യങ്ങൾ ഇപ്പൊ ചോദിച്ചത് ഈ സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? Any small linkages? എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായാൽ പോലും. Husbandsmen are the farmers, and the plow, the valleys are the plains, and the cultivated areas for the long time. പല നാളുകളായിട്ടുള്ളതായിരിക്കുന്ന ഉഴവുകള്, അതിനുള്ള താഴ്വര സ്ഥലങ്ങള്, കൊയ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. Recently, I traveled to Bihar. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ബീഹാറിലേക്ക് യാത്ര ചെയ്തു. Bihar is one of the same Ganga Brahmaputra Valley area. ഈ ഗംഗാ ബ്രഹ്മപുത്ര താഴ്വരയിലെ ഉള്ളതാണ്, ഈ സമതല പ്രദേശത്തിലുള്ളതാണ് ഈ ബീഹാർ രാജ്യം. When we see the entire Bihar plain area, the complete entire area is filled with all the rice. ഈ ബീഹാറിന്റെ സമതല പ്രദേശങ്ങളൊക്കെ നോക്കിയാൽ അവിടെ എല്ലാം കൃഷി നടക്കുന്നുണ്ട്, നെല്ലിന്റെ കൃഷിയാണ്. And I thought that how many long years this areas has been cultivated. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. And scripturally, വേദപുസ്തകത്തില് Adam has started cultivating. ആദാം ആണ് കൃഷി ആരംഭിച്ചത്. So Adam might have started, he might have done something for cultivating the area. ഈ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യുവാനായിട്ട്, തനിക്ക് കൊടുത്ത സ്ഥലങ്ങളെ കൃഷി ചെയ്യുവാനായിട്ട് ആദാം ഒരുപക്ഷെ ആരംഭിച്ചിട്ടുണ്ട്. And scientific evidences for cultivation and this plowshare, it is almost back to 6,000 or 5,000 years back. ഒരു 5,000-നും 6,000-നും വർഷങ്ങൾക്കിടയിലുള്ള വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷി ആരംഭിച്ചതെന്നുള്ളതാണ് തെളിവുകൾ നമുക്ക് കാണിക്കുന്നത്. From that long many years, the cultivation has been done, and the land has been plowed many times, and it has giving fruits or the plantations what we are consuming. നമ്മളിപ്പോൾ ഭക്ഷിക്കുന്ന ആഹാര സാധനങ്ങള്, ഫലവർഗ്ഗങ്ങള്, ഇതൊക്കെയും പല നൂറ്റാണ്ടുകളായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതെല്ലാം അതിനുള്ള തെളിവുകൾ നമുക്കുണ്ട്. And here in the Psalms, psalmist is telling, because who has written this song? It is not written properly. We don't know who has written it, but it is written as a song of ascent. ഇവിടെ നമുക്ക് ഈ സങ്കീർത്തനം ആരാണ് എഴുതിയെന്നില്ല എങ്കിലും ഈ സങ്കീർത്തനത്തിന്റെ മുകളിലുള്ള തലക്കെട്ടില് ആരോഹണത്തിൻ്റെതായിരിക്കുന്ന സങ്കീർത്തനം എന്നാണ് പറയുന്നത്. When the people of Israel, when they are traveling from different places to the Jerusalem, they used to sing this song. യെരുശലേം, പല സ്ഥലങ്ങളിൽ നിന്ന് യഹൂദന്മാരെ കടന്നു വന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ സങ്കീർത്തനം അവരെ പാടാറുണ്ട്. When they are remembering the song, they are remembering the difficulties that have been faced during their lifetime, and there is a big hope for them that they are going to have a hope, an eternal hope when they are reaching to the Jerusalem. യെരുശലേമിലേക്ക് എത്തുമ്പോൾ അവർ പ്രത്യാശ നിറഞ്ഞവരാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അനേക ദുഃഖങ്ങളില്, പ്രയാസങ്ങളില്, കൃഷിയുടെ കഷ്ടത കൂടിയൊക്കെ കടന്നുപോയവരാണ്. And this psalm is a psalm for each one of us. It is maybe for Israel, it may be for David may have written, or the psalm may be remembering our Christ, and this psalm may be for each and every believer. നമുക്ക് ഒരുപക്ഷെ ഈ സങ്കീർത്തനം ആർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഇസ്രായേലിന് വേണ്ടി ആയിരിക്കാം, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആയിരിക്കാം, ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു മിശിഹ സങ്കീർത്തനമായിരിക്കാം. ഈ പല രീതിയിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And as a believers, and it is
what spiritual lessons that teaches us for each one of us. ഈ സങ്കീർത്തനം വിശ്വാസികളായ നമുക്ക് എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. You will try to learn some of the lessons that teaches us. ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. It appears that it is for the Israel. ഇത് വായിക്കുമ്പോൾ പൊതുവായി നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇസ്രായേലിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. And even sometimes, because since it is not told that it is written by David, but some believe that it is written in the time of Amos, or it may be written in the time of Hizkiah, like that is some of the biblical translations is there, but we don't know that who has written it. ഇത് ആരാണ് എഴുതിയതിനെ കുറിച്ചുള്ള രേഖകളില്ല. ദാവീദ് എഴുതിയിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഹിസ്കിയാവ് ഇങ്ങനെയുള്ള രാജാക്കന്മാരുടെ ആമോസിന്റെ സമയത്തൊക്കെ ആയിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയതെന്ന് പറയപ്പെടുന്നു. And we'll try to divide it and we'll learn few things, few spiritual lessons from this psalm. ഈ ഭാഗത്തു നിന്ന് നമുക്ക് അതിനെ പകുത്ത് നമുക്ക് നോക്കാം. ചില സത്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. 129 verse 1 and 2 will read. Greatly have they afflicted me from my youth. Let Israel say now, say, greatly they have afflicted me from my youth. Yet they have not prevailed against me. ഒന്നും രണ്ടും വാക്യങ്ങൾ 129 സങ്കീർത്തനം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചിട്ടില്ല. This verse is repeated twice. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ വാക്യം. The Israel can tell that from in some translations it is told that it's youth, but in some translations it is specifically told that from my childhood onwards. മലയാളത്തില് ട്രാൻസ്ലേഷനിൽ നോക്കുമ്പോൾ ചിലയിടങ്ങളിൽ യുവത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് 2ാം വാക്യം. മലയാളത്തിൽ അത് എന്റെ ബാല്യം മുതൽ എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ബാല്യം, യൗവനം എന്നുള്ള നിലകളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. Then how it is related to Israel, but Israel from its formation till now, historically, how much they have been subjected to troubles. ചരിത്രപരമായി നോക്കുമ്പോൾ ഇസ്രായേൽ രാജ്യം, ഇസ്രായേൽ ജനത അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയവരാണ്. The same thing, did any believer, when he is accepting Jesus Christ as a personal savior, did he or she is facing a problem from their faith? For their faith, they might have been prosecuted because of their faith from their beginning onwards. പല വിശ്വാസികളും തങ്ങൾ കർത്താവിനെ ഏറ്റുകൊണ്ടത് വിശ്വാസത്തിലേക്ക് വന്നത് നിമിത്തമായിട്ട് അനേക കഷ്ടതകളിൽ കൂടെ, ഉപദ്രവങ്ങൾ കൂടെ, ന്യായവിസ്താര സഭയിൽ പോകുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. It may be you, or it may be I, or it may be our neighbors, it may be our known people who has been subjected to prosecution, subjected to so many problems in their faithful life. ഇങ്ങനെ വിശ്വാസ ജീവിതത്തില് പലപ്പോഴും ദുഃഖങ്ങളിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയും ഉപദ്രവങ്ങളിൽ കടന്നുപോയവരും നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കാം, നമ്മുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കാം, നമുക്കറിയാവുന്നവരും ഉണ്ടായിരിക്കാം. Have we seen or have we observed anybody undergoing such a problems? അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കടന്നു പോകുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? Do we know that some people are undergoing, or we are undergoing? Because we may be not knowing, but those really who has come out of different faiths, they definitely might have undergone various problems in their life. പലപ്പോഴും നമ്മൾ അറിയുന്നില്ലായിരിക്കാം, എന്നാൽ സത്യമായിട്ടും അനേക പ്രശ്നങ്ങളിൽ കൂടി, ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നവർ, ഉപദ്രവത്തിൽ കൂടി കടന്നു പോകുന്ന ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ നമുക്ക് ചുറ്റുമുണ്ട്. And there is a hope for everyone, anybody is undergoing such a prosecution, that even then my enemies are creating problem. Israel is saying that my enemies are created problem from my youth, but still they have not prevailed against me. ഇസ്രായേല് പറയേണ്ടതാണ്, അവർ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ബാല്യം മുതൽ അവരെന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ യുവത്വം മുതൽ എന്നെ ഉപദ്രവിച്ചു, എങ്കിലും ഇതുവരെ അവർ ജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള അവർ വിശ്വാസികളോട് ചേർന്ന് അവർക്കും ഇത് പറയുവാനായിട്ട് കഴിയും. Israel can speak like that nobody has prevailed against me till now. ഇതുവരെയും ഇസ്രായേലിന് പറയാൻ പറ്റിയ ഒരൊറ്റ കാര്യം, ഇങ്ങനെയുള്ള ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലും അവർ എന്റെ നേരെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. Can we tell as a believers that nobody has prevailed against me?
വിശ്വാസികളുടെ നിലയിൽ നമുക്ക് പറയുവാനായിട്ട് ധൈര്യപൂർവ്വം പറയുവാൻ കഴിയുമോ, എനിക്ക് എന്റെ മേല് എന്റെ ശത്രുക്കൾക്ക് ജയം കൊള്ളുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എന്ന്? Question mark. അത് ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. Can we tell? അങ്ങനെ പറയാൻ കഴിയുമോ? Yes, we can tell that nobody can prevail against us. നമുക്ക് മേലെ ജയം കൊള്ളുവാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് കഴിയണം. Because our earlier generations, the people who has followed our Christ, they have win over, they are victorious for every way of life. നമ്മുടെ മുൻ തലമുറകളെ നാം പരിശോധിക്കുമ്പോൾ അവര് ഈ അവസ്ഥയിൽ കൂടി കടന്നുപോയി. പക്ഷേ ശത്രുക്കൾ അവരെ ജയിക്കുവാനായിട്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. Till now, within our own life also, even we faced many difficulties, but God has given victory for each and every aspect of our life. നമ്മുടെ ജീവിതത്തിലെ പല നിലകളിലും പല ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നെങ്കിലും അവിടെയൊക്കെയും വിജയിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തി. When we see Israel in their life, from the nation of Israel when it's formed till today, there is no country or no people has prosecuted like that. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ലോകത്തില് ഇത്രയും അധികം ഉപദ്രവിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജനത ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. Why? എന്തുകൊണ്ട്? Why only God has given so troubles to the people of Israel? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് ഇത്രയധികം ഉപദ്രവം അനുവദിച്ചു കൊടുത്തത്? Why? That is recent, 2000 years back. Before that, 2000 വർഷങ്ങൾക്ക് മുൻപ് പോലും. There are many generations or many people might have known God or they are rebellious against God. What? Yeah, that is the inception onwards. Because when we see the history, the Christ has to come through Israel only. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം അവരിലെ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു, എന്നാൽ ദൈവത്തെ തിരസ്കരിച്ചവർ അതിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇത്രയും ഉപദ്രവം നേരിട്ടത് യേശു കർത്താവ് അതിൽ അവരുടെ ജാതിയിൽ ഉത്ഭവിക്കും എന്നുള്ളത് കൊണ്ടാണ്. Jesus Christ has to come through the Jews, and Jews or Judah has to be born to one of the tribe of Jacob, and Jacob has to come from Abraham, and that is the promise. That's why God has chosen one nation and one tribe, one family like that to show to the world that what is going to happen. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പിറക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തത് ഇസ്രായേൽ ജാതിയാണ്. അതുകൊണ്ട് അത് യഹൂദാ ഗോത്രം, ആ യഹൂദാ ഗോത്രത്തിലെങ്കിൽ യഹൂദയുടെ പിതാവായിട്ട് യാക്കോബ്, അങ്ങനെ അബ്രഹാം, അതിന് മുകളിൽ യാക്കോബിന്റെ തലമുറയിൽ മുൻ തലമുറയിൽ അബ്രഹാം, ഈ രീതിയിൽ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് ആ രാജ്യത്തിനെതിരായിട്ട് അനേക ഉപദ്രവങ്ങൾ ഉണ്ടായത്. At the same time, the human nature, we are rebellious nature, so every human being basically is the rebellious, so we'll be fighting against the creator, our own creator. So when we are doing all these things, but there is a salvation that God has, before the foundations of the earth, God has created a way of salvation, and as a thing that has given for us. മനുഷ്യരുടെ നിലയില് നാം ചിന്തിക്കുമ്പോൾ അവര് ദൈവത്തോട് എപ്പോഴും മറുതലിക്കുന്നവരാണ്. തങ്ങളെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ അവരെ ഉപേക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം അവിടെ ഒരു രക്ഷാമാർഗം അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അതാണ് നമ്മൾ ഇസ്രായേൽ ജാതിയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. When Israel was born as a nation, when Egyptians has initially, when you see the history, Egyptians has initially 400 odd years, they have troubled the nation of Israel. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് അവർ ഉപദ്രവിക്കപ്പെട്ടത് 400 വർഷത്തോളം മിസ്രൈം രാജ്യം അവരെ അടിമത്തത്തിൽ വെച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. Then after Egyptians, who has prosecuted them? അതിനുശേഷം ആരാണ് അവരെ ഉപദ്രവിച്ചത്? Philistines. ഫിലിസ്തീര്. Then everything is there in biblically, because we are all experts. നമ്മളെല്ലാവരും അറിവുള്ളവരായതുകൊണ്ട് because everything is there. എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിലുണ്ട്. Try.
Egyptians has prosecuted them. മിസ്രൈമ്യര് Then Philistines has prosecuted. പിന്നെ ഫിലിസ്തീയര്, Then Amorites, Moabites has അമോര്യര്, prosecuted. Then യെബൂസ്യര്, Assyrians. Then അശൂര്യര്, Babylonians. ബാബിലോണിയൻസ്. Then remember Daniel. മേദോ പെർഷ്യ, Medo-Persians, Nebuchadnezzar time. Persia. Then ഗ്രീക്ക്, Greeks. ഗ്രീക്സ്, Then റോമൻസ്, Romans. റോമാ സാമ്രാജ്യം. Then almost all we came to the 2000 years back. Jesus Christ was born. Then നമ്മൾ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ എത്തി. അതിനുശേഷം the complete nation, 1947, the entire nation, they lost their nation. അതിനുശേഷം അവരുടെ രാജ്യം പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടു. 1947 Then മുമ്പ് historically we studied all these things. ജർമ്മൻസ്, 47 onwards. Then Germans, Hitler. ജർമ്മനി, ഹിറ്റ്ലർ, ഇവരെല്ലാം Then Nazis, Jars, ആ, Muslims. മുസ്ലിംകൾ. Then recent nation has formed. Pinne- Then after the nation is formed, still they are fighting with all their own neighborhood. ഇപ്പോഴവർ രാജ്യം സ്ഥാപിച്ചതിന് ശേഷവും അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ എപ്പോഴും ഉപദ്രവവും ദുഃഖവും യുദ്ധവും ഒക്കെ നടക്കുന്നു. Recently also 2 years they are fighting continuously. ഇപ്പൊ 2 വർഷം മുമ്പ് അവരിങ്ങനെ നിരന്തരമായിട്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And recently we heard that all this after fighting everything, still now there is all the neighbors, almost 20 plus countries are surrounding the small place of Israel. ഈ കൊച്ചു രാജ്യമായിരുന്നു ഇസ്രായേലിന് ചുറ്റും ഏകദേശം 20-ൽ കൂടുതൽ രാജ്യങ്ങളാണ് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. But still എന്നിട്ടും what they are telling, എന്താ അവൾ പറയുന്നത്? they are not able to prevail against me. ഞങ്ങളുടെ എങ്കിലും അവർ എന്നെ ജയിച്ചില്ല എന്നാണ് ഇപ്പോഴും ഇസ്രായേലിന് പറയാൻ കഴിയുന്നത്. The small teeny island connecting between the Asia and Africa. ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ Sinai Peninsula, nearby small place. ഒരു സീനായ് പെനിൻസുല എന്ന് പറഞ്ഞ ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ്. That nobody, the enemies cannot prevail against the country of Israel. ഇസ്രായേലിനെതിരായിട്ട് ഒരു രാജ്യത്തിനും ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. And till what time? എത്ര നാൾ? എന്താണ് എല്ലാരും ഇണ്ടാതിരിക്കാൻ? എന്താ ആരും ഇണ്ടാത്തത്? Till the Messiah, till Christ comes, കർത്താവിന്റെ രണ്ടാം വരവ് വരെയും on this earth nobody can prevail over them. അവരുടെ മേൽ ജയം ആർക്കും ലഭിക്കുവാൻ സാധ്യതയില്ല. That is biblically is written. It is going to happen that if we are alive, even wherever we are, if we are with Christ, we can see that what is going to happen. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ കർത്താവിനോട് കൂടി ആയിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർക്ക് നേരെ ആരും വിജയിക്കാൻ പോകുന്നില്ല. This words has written how many years back? ഈ വാക്യം എത്ര വർഷം മുമ്പ് എഴുതിയതാണ്? How many years back? This is almost all 3,000 years back. 3000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് because nobody from the formation of Israel also, years, 1 more 1,000 years. And they can say with the confidence that the enemies has tried their best, but they could not able to prevail against us. 3000 വർഷങ്ങൾക്ക് മുമ്പ് അതിന് മുൻപ് 1000 വർഷം കൂടെ നമ്മൾ കൂട്ടിയാലും അന്ന് മുതൽ അവർക്ക് പറയുവാൻ കഴിയും ശത്രുക്കൾ ആരും ഞങ്ങളുടെ നേരെ വിജയം പ്രാപിച്ചിട്ടില്ല എന്ന്. And as a believers, we have to tell that even we are a small flock that Christ has given us, that you are a small flock, but I am with you, I can protect you, I can carry on you. നമുക്കും അവരോട് ചേർന്ന് വിശ്വാസികളായിരിക്കും നമുക്ക് പറയുവാനായിട്ട് കഴിയും. നമ്മളൊരു ചെറിയ കൂട്ടമാണ് എങ്കിലും നമുക്ക് പറയാനായിട്ട് കഴിയും നമ്മുടെ നേർക്ക് ആർക്കും വിജയം ലഭിക്കുകയില്ല. What more evidentiary value, what more biggest evidence we require to believe that Israel is the biggest evidence for us, that before our eyes, either historically or evidentiary or scientific, whichever way, physically, chemically, emotionally, whatever scientific basis anybody can analyze, it is evidence they show to the world that nobody can prevail against the children of God. ചരിത്രപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഏതൊക്കെ രീതിയിൽ നമ്മൾ നോക്കിയാലും നമ്മുടെ മുമ്പിൽ നല്ലൊരു ഉദാഹരണമാണ് ഇസ്രായേല്. ഒരിക്കലും ശത്രുക്കൾക്ക് വിജയം പ്രാപിക്കുവാനായിട്ട് ദൈവമക്കൾക്കെതിരെ വിജയം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത്. And it is the biggest hope, and the same if we relate with the Christ, Jesus Christ also. And
people has been prosecuted, troubled him when he is young age, and till now nobody can conquer. Satan tried his best. The kingdom of God cannot be prevailed upon. ദൈവത്തിന്റെ രാജ്യത്തിനെതിരായിട്ട് സാത്താൻ പ്രവർത്തിച്ചുവെങ്കിലും അതിനെ നശിപ്പിക്കുവാൻ അവന് കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിൽ അതും പിശാചിന് നടന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. And it's a biggest hope for each believer that God is giving us. It is like nobody can prevail us against us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു പ്രത്യാശയും ആശ്വാസവുമാണ്. ആർക്കും നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത്. We'll go to the verse 3. മൂന്നാം വാക്യത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, The plovers plowed upon my back, they made long their furrows. ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. This many times we have seen during the worshiping time, and these verses are related to Jesus Christ. കർത്താവ് ആയ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇത് ആരാധനാ വേളകളിൽ നമ്മളിത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഇതിൽ ചിന്തിച്ചിട്ടുള്ളവരാണ്. And in Isaiah chapter 50 verse യെശയ്യാവ് 50 അധ്യായത്തില് verse 9, 9 വാക്യം, 6 verse 6. 6 വാക്യം, 50 അധ്യായം 6 വാക്യം. യെശയ്യാവ്: അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു, എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. And because when we related, this is Isaiah has told in the book of Isaiah, and this is in Psalms. നമ്മളിപ്പോൾ വായിച്ചത് യെശയ്യാ പുസ്തകത്തിൽ യെശയ്യാവ് പറഞ്ഞതാണ്. നമ്മൾ ആദ്യം വായിച്ചത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. Almost all more than 600-700 years back they have written these things. ഈ കാര്യങ്ങളൊക്കെയും അതിനു മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. When we imagine the plow, when it is tilling the land, നമ്മൾ ഉഴവ് എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, and at the same time when I have told you this, in the Bihar, the entire land filled up with all the green paddy crops, when the farmers prepare the field for his cultivation, he has to till the land many times. ഞാൻ ബീഹാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അവിടെയുള്ള വയലുകളിൽ ഞാൻ ശ്രദ്ധിച്ചത് നമുക്കറിയാവുന്നതാണ്. ഉഴവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവര് അനേക പ്രാവശ്യം ഈ നിലത്തെ അവർ ഉഴുത് മറിക്കാറുണ്ട്. Many times he has to make it cultivable. He has to plow the land many times. അതിനെ ഉഴുത് അതിനെ കൃഷി ചെയ്യുവാൻ തക്കവണ്ണം പാകപ്പെടുത്തി എടുക്കും. അവരെ കുറെ നേരം എടുക്കും അതിന്. And today we sang a song on this. And in John chapter 19 verse 1, when brother morning in the worshiping time, bringing about how Jesus Christ has been beaten or bruised for each one of us. നമുക്ക് വേണ്ടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ രീതിയിൽ കഷ്ടം അനുഭവിച്ചെന്നുള്ളത് നമ്മളിപ്പോൾ പാടിയ പാട്ടിലും അതിനു മുൻപ് നമ്മൾ ആരാധനാ വേളയിൽ യോഹന്നാൻ 19 അധ്യായത്തിൽ ധ്യാനിക്കുമ്പോഴൊക്കെയും നമ്മളത് ഓർത്തതാണ്. When the field is plowed many times, what happens to the field? ഉഴവ് നിലത്തെ പല പ്രാവശ്യം ഉഴുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? What happens? എന്ത് സംഭവിക്കും? Imagine that is the land, it is not at all plowed. When it started plowing many times, 4, 5, 6 times, then what will happen? ഉഴവ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നിലം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതിനെ പല പ്രാവശ്യം ഉഴുതു മറിച്ചു കഴിയുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെ ഇരിക്കും? How it looks like? പറയാം. It looks very beautiful, nice. അത് കാണാൻ വളരെ Have you ഭംഗിയായിരിക്കും. seen that any photographs that garden, when the garden is there, and under the garden they used to plow, and without any weeds or anything, they will clearly clean it and make it ready for the seeds or the plants to be plowed. നമുക്കറിയാം, നമ്മുടെ തോട്ടങ്ങളൊക്കെ നമുക്കറിയാം അത് ഇങ്ങനെ മനോഹരമായിരിക്കും. പിന്നെ അതിനെ ഉഴുതു മറിച്ച് എല്ലാം അതിനെ ശരിയാക്കി വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം യോഗ്യമാക്കി തീർക്കും. How it looks like? It looks very nicely. When I am remembering Easter, Christ has bore all the burden of sins in a sweetening pain. His a word, he used the Malayalam word,
he bore the burden with a sweetness. അവന് താല്പര്യത്തോടെ അല്ലെങ്കിൽ അത് അംഗീകരിച്ചതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തെ ഒഴിവ് ചാലുകൾ കീറുന്നത് പോലെ കീറുവാൻ തക്കവണ്ണം കർത്താവ് സമ്മതിച്ചു എന്നുള്ളതാണ് നമ്മൾ And മനസ്സിലാക്കുന്നത്. he used the word, മനോഹരമായി വേദന അനുഭവിച്ചു. മനോഹരമായിട്ടുള്ള ഒരു വേദന അനുഭവിച്ചു എന്നുള്ളതാണ് ശരിയായിരിക്കുന്ന മലയാള വാക്ക്. ആസ്വാദിച്ചു. And did anybody will enjoy the pain with a sweetness? അങ്ങനെയുള്ളൊരു ആസ്വാദനത്തോടെ നമ്മൾ വേദന അനുഭവിക്കാറുണ്ടോ? We never do that. That is a different kind. Even the sweet people used to, in English word they used to use sweet pain. I don't know what is that sweet pain. എന്താണെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ പറയാറുണ്ട് മധുരമുള്ള വേദന എന്നൊക്കെ പറയാറുണ്ട്. അത് എന്താണെന്ന് എനിക്കും അറിയില്ല. That is, but it is written that when the land is plowed many times, automatically it has been grinded and it becomes smooth for the seeds to come up nicely. പലപ്പോഴും ഉഴവ് നമുക്കറിയാം, നിലത്തെ ഉഴുത് ശരിയാക്കി കഴിയുമ്പോൾ അത് വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം പാകമായി നല്ല നിരപ്പുള്ള നിലയിൽ അത് എത്തിച്ചേരാറുണ്ട്. And read the words again. The plovers plowed upon my back, they made long their furrows. Already it is plowed. Again plowing is going on. So plowing itself is a painful thing. Then again when the pain, one person is undergoing pain, again more pain is created. ഇവിടെ നമ്മൾ ആ 3-ാം വാക്യം വായിക്കുമ്പോൾ ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി, അതായത് ഉഴുതു അതിന് മുകളിൽ വീണ്ടും ഉഴുകയാണ്. അപ്പോൾ ആ വേദന ആദ്യത്തെ പ്രാവശ്യം ഉഴുതു മറിക്കുമ്പോൾ തന്നെ വേദനയുണ്ട്, അതിന് പുറത്ത് ആ വേദനയുടെ പുറത്ത് വീണ്ടും വേദനയെ ഉണ്ടാക്കുകയാണ്. John chapter 19 verse 1 to 5 we read it. And this is the man. Initially when he is going inside the chamber of the Pilate, there is a shape is there. Then while bringing outside, he don't have any shape. 19-ാം അധ്യായം യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം പിലാത്തോസിന്റെ അരമനയിലേക്ക് പോകുമ്പോൾ അവനൊരു രൂപമുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ അവന്റെ രൂപഗുണമെല്ലാം മാറി നഷ്ടപ്പെട്ടു. So we might have seen some any imaginative thing is people putting a body inside the bag and punching. ഒരു ബാഗിനകത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തെ ഇട്ടിട്ട് മനുഷ്യനെ sometimes we used to see that any serials or you might have seen some issues, some people are put it in a bag and they have been smashed like anything so that he loses the shape. നമ്മൾ ചില ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ചാക്കിനകത്ത് ഒരു ശരീരത്തെ ഇട്ടിട്ട് അതിനെ ഇടിച്ച് അതിനെ എന്തെങ്കിലുമൊക്കെ ഒരു പരുവമാക്കി എടുത്തു കഴിയുമ്പോൾ ഒരു രൂപവും ഇല്ലാത്ത രീതിയിൽ അത് മാറും എന്ന് നമുക്കറിയാം. And Jesus Christ, he became like that for us. He lost his shape. ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവും അതേപോലെ ഈ രീതിയിൽ ഉപദ്രവിക്കപ്പെടുകയായിരുന്നു. അവന്റെ ശരീരത്തിന്റെ രൂപഗുണമൊക്കെ നഷ്ടപ്പെട്ട് അവനായിത്തീർന്നു. And that's why the verse says that the plovers plowed upon my back and they made long their furrows. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. And imagine that we are undergoing some pains and prosecutions and some marks of pains are there in our mind. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ ഉപദ്രവിക്കപ്പെട്ട് കഴിയുമ്പോൾ ശരീരത്തിൽ അതിന്റെ പാടുകൾ, അതിന്റെ എല്ലാ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. Marks will be left out. ആ ശരീരത്തിലെ ആ വേദനയുടെ അല്ലെങ്കിൽ ആ ഉപദ്രവത്തിന്റെ മാർക്കുകൾ ഉണ്ടായിരിക്കുമോ, ചിഹ്നങ്ങൾ? Imagine that we are undergone a surgery and there may be surgery marks will be there on the body. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, ഒരു സർജറി ചെയ്ത് കഴിയുമ്പോൾ, ഒരു ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. And these marks leave in our mind that unchangeable impressions on our minds that these are the marks that has left in our body or in our mind. നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലൊക്കെയും ഈ രീതിയിലുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ അത് മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ചില അടയാളങ്ങളെ ശേഷിപ്പിക്കും. And imagine that Paul says that the marks left on my body. What marks is there?
for him? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്റെ ശരീരത്തില് അടയാളങ്ങളുണ്ട്, ചൂടടയാളങ്ങളുണ്ട് എന്ന് പറയുന്നതിന് കാരണം. Where is the verse? ആ വാക്യം എവിടെയാണ്? On the Philippi, just check it out. ഫിലിപ്പി ലേഖനത്തിലാണോ? I am carrying the marks. ഞാൻ ക്രിസ്തുവിന്റെ അടയാളം വഹിക്കുന്നു, ചൂടടയാളം വഹിക്കുന്നു എന്നുള്ള വാക്ക് എവിടെയാണ്? I am very poor in remembering the വാക്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ ചില ബുദ്ധിമുട്ടാണ്. Okay. I am carrying the marks because as a servant of God, he carries the marks of all pains, prosecutions. And the example that he gives us as a believer, how many prosecutions he has underwent and everything he shows, he tells us how many pains and prosecutions underwent. പൗലോസ് പറയുമ്പോൾ ആ അടയാളങ്ങളൊക്കെ ഞാൻ വഹിക്കുന്നു, എനിക്ക് നേരിട്ട് താരിക്കുന്ന ഉപദ്രവങ്ങള് അതിന് കണക്കില്ല, എണ്ണമില്ല, അത്രയും ഉപദ്രവങ്ങൾ ഞാൻ ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ചു എന്നാണ് പൗലോസ്. And when we see the life of the various ഗലാത്യ ലേഖനം 6:7 Galatians. I am carrying, this is Galatians. Okay. So he is carrying the marks. അടയാളം വഹിച്ചുകൊണ്ട് ഒരു വ്യക്തിയാണ്, അടയാളം വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പൗലോസ്. And imagine from starting, so many believers, so many earlier, our forefathers like Abraham, how much have been plowed in his life, and Jacob, how many times he has been plowed in his life. Plowed in the sense that how many he has been subjected to various pains and prosecutions. അങ്ങനെ ഉപദ്രവങ്ങളിലും വേദനകളിൽ കൂടി കടന്നുപോയ പിതാക്കന്മാരെ നമുക്കറിയാം. അബ്രഹാമും യാക്കോബും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. In everybody's life, Abraham, Jacob, Joseph, David, Moses, and Paul, and above all, our Christ. അബ്രഹാം, യാക്കോബ്, യോസെഫ്, പിന്നെ ദാവീദ്, പിന്നെ അതിനുശേഷം വരുമ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു വരെയും ഒത്തിരി ഉപദ്രവങ്ങളിൽ കടന്നുപോയി. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെയും ജീവിതത്തിൽ അതുപോലെ ആയിരിക്കാം. And when they have been subjected to so many pains and prosecutions in their life, and it's similarly the same thing when the land is plowed and made ready for the seeds to be planted, what benefit or what the result that is coming out of this land? ഇങ്ങനെ ഉഴവ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഉപദ്രവങ്ങളൊക്കെ നേരിട്ട്, ശാരീരികവും മാനസികമായ ഉപദ്രവങ്ങളൊക്കെ നേരിട്ട് അതിനുശേഷം നമുക്ക് ഒരു നിലം ഉഴുത് അത് വിത്ത് വിതയ്ക്കുവാൻ പാകമാകുന്നത് പോലെ ചെയ്തതിനു ശേഷം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിത്തുകൾ വിതച്ചിട്ട് എന്ത് ഫലമാണ് അവർ നൽകിയതെന്ന് നമ്മൾ ഓർക്കണം. Yeah, imagine how much fruitful they became in their life when they're subjected to the various prosecutions. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ കടന്നു പോയപ്പോൾ എത്രമാത്രം ഫലകരമായ ഒരു ജീവിതമാണ് അവർക്ക് പിന്നീട് ലഭിച്ചതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. And we see in the Matthews when the parable of sower tells that when the seeds are fallen in the good ground, it has been given fruitfulness of 100%, 60%, 30%. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ നല്ല നിലത്ത് വീണതായിരിക്കുന്ന വിത്ത് അത് ഫലം കൊടുക്കുമ്പോൾ 100, 60, 30 മേനിയൊക്കെ ആയിട്ട് അത് ഫലം കൊടുത്തതായി നമ്മൾ കാണുന്നുണ്ട്. When Abraham has been subjected, when he is subjected to all kinds of problems, then he became a fruitful, and every nation is blessed because of him. അബ്രഹാമിൽ തന്റെ ജീവിതത്തിൽ കൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പരീക്ഷകളൊക്കെ വന്ന് അതൊക്കെയും അവന്റെ ജീവിതത്തില് ഒരു വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം പാകമായി അനേക ഫലങ്ങൾ നൽകി
അത് ഇന്നവന് അവനിൽ കൂടി അനേക ജാതികൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. When Joseph is subjected to various kinds of prosecution, that when he's young stage, when 17 years onwards, he has been subjected to many problems, but God made him as almost like a prime minister of Egypt. നോക്കുക, യോസേഫിന്റെ ജീവിതം നോക്കുക. 17 വയസ്സ് മുതൽ അവന് ഒത്തിരി പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയി. എന്നാൽ വിജയിയായിട്ട് അവസാനം ഒരു മന്ത്രിയായിട്ട്, പ്രധാനമന്ത്രിയായിട്ടൊക്കെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. And in the life of Moses, in the life of David, in the life of any believers, it is like that. ദൈവത്തിൽ ആശ്രയം വെച്ചതായിരിക്കുന്ന അനേകരുടെ ഉദാഹരണം നമുക്കുണ്ട്. ദാവീദ്, മോശ, ഇവരുടെ എല്ലാം ജീവിതത്തില് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ വന്നത് ഫലകരമായിട്ട് തീരുകയാണ്. And when you see the life of Paul also, how many prosecutions he has been undergone, but we say that thy grace is sufficient for me for facing all these troubles, all these struggles. ഈ പ്രശ്നങ്ങൾ കൂടി സമാനമായ പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രശ്നങ്ങളിൽ കടന്നുപോയ ആളാണ് പൗലോസ്. എന്നാൽ അവൻ അവസാനം പറയുന്നത് ദൈവത്തിന്റെ കൃപ അവന് മതി, എന്റെ കൃപ മതി എന്നുള്ള കർത്താവിന്റെ വചനത്തിൽ അവന് ആശ്വാസം കണ്ടെത്തുകയായിരുന്നു. And Christ is more fruitful, and his life itself is a fruitful, for he is drawing everyone to his kingdom, building above the kingdom of Christ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കുക. അവന്റെ ജീവിതം അതേപോലെ അനേക പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളിൽ കടന്നുപോയി. അന്ത്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ചു. എന്നാൽ അത് വളരെ ഫലകരമായിരിക്കുന്ന ഒന്നായിരുന്നു. അവൻ അനേകരെ അവനിലേക്ക് ആകർഷിക്കുവാനിടയായി തീർന്നു. ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കുവാനിടയായി തീർന്നു. Because he has been prosecuted, even public maybe particular point of time they prosecuted, but even now the similar lines, if anybody, any believer is being subjected to prosecution, we can tell that we are going to be fruitful, our life is going to be fruitful, because it's a promise, eternal promise given by our Christ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ഈ വക പ്രശ്നങ്ങളിൽ കൂടി, പ്രതികൂലങ്ങളിൽ കൂടി, ഉപദ്രവങ്ങളിൽ കടന്നു പോകുന്നവര് അവരെ അന്ത്യത്തിൽ അവര് ഫലകരമായിരിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരും. വിശ്വാസികളായ നമുക്കും അതേ അനുഭവമാണ്. നാം ഉപദ്രവങ്ങളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തില് വളരെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കാരണമായി തീരും. അതൊക്കെയും we'll read the next verses 4, 5, 6. The Lord is righteous, he has cut the cords of the wicked. 4, 5, 6 വാക്യങ്ങൾ. 4-ാം വാക്യം, യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. And 5, 6, 7 it says that may all who hate Zion will put to shame and turn back. Let them be like the grass on the housetops, which withers before it grows up, and with which the reaper does not fill his hands, nor the binder of sheaves his arms. Nor do those who pass by will say that the blessing of the Lord be upon you. We bless you in the name of the Lord. 5 മുതൽ വാക്യങ്ങൾ, സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവരാകട്ടെ. കൊയ്യുന്നവൻ അതുകൊണ്ട് തന്റെ കൈയാകട്ടെ, കറ്റകെട്ടുന്നവൻ തന്റെ മാരണമാകട്ടെ നിരക്കുകയില്ല. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴിപോകുന്നവർ പറയുന്നതുമില്ല. It is says that God is righteous. ദൈവം നീതിമാനാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Imagine the conditions prevailed during the period of time. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ വരുന്ന സമയത്തെ സാഹചര്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുക. And it says that Zion, nobody has, who hate all the Zion, put to shame and turn back. സിയോനെ ഭയക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകും. And they have been compared with a grass that grows on the rooftops. പുരപ്പുറത്ത് പുല്ലുപോലെ അവര് അതിനോടാണ് ചേർത്ത് ഉപമിച്ചിരിക്കുന്നത്. Have you ever seen the grass that grows on the tops of rooftops? പുരപ്പുറത്ത് വളരുന്ന പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? We are all staying in the flats, so we don't know how it comes like that. നമ്മുടെ കോൺക്രീറ്റ് ഫ്ലാറ്റുകൾ ജീവിക്കുന്ന നമുക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. We used to live in villages, so we used to it's very nice to see this simile, how it looks like. ഈ പുല്ല് കൊണ്ടുള്ളതായിരിക്കുന്ന മേൽക്കൂര പുല്ലുകൊണ്ടിട്ടിരിക്കുന്ന ഇത് വീടുകളൊക്കെ നമുക്ക് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം. Imagine if your tiles of roof, some tiles are there. In over a period of time, what happens is some birds may be carrying the seeds, or some grass seeds will come, and because of our environment full of small seeds, they all land up and they land in the small crevices.
നമുക്കറിയാം നമ്മുടെ പുറത്തൊക്കെ നമ്മുടെ ഓടൊക്കെ ഇട്ട വീടുകളിലും മറ്റിടങ്ങളിലും ഒക്കെ കാണാനായിട്ട് കഴിയും. ചില പക്ഷികളൊക്കെയും അത് ചില വിത്തൊക്കെ കൊണ്ടിട്ടിട്ട് അതൊക്കെ അവിടെ മുളച്ച് ഇങ്ങനെ വരുന്നത് അറിയാം. During the rainy season, when the water, all the climatic conditions are favorable, they will start germinating, they will grow to certain extent. ആ വീണ വിത്തുകളൊക്കെയും നല്ല സാഹചര്യത്തില് മഴയൊക്കെ ഉണ്ട്, കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇങ്ങനെ വളർന്നു വരുന്നത് നമുക്കറിയാം. The psalmist comparing, this also grows like the crop in the field. ഇതേപോലെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇങ്ങനെ പുറപ്പുറത്ത് പുല്ലുപോലെ അവര് വരും. Because in the normal fields, there is a normal growth is there, and there are the reapers, binders, harvesters. Because of some people will cut, and the harvesting will be there, and they are binding sheaves, and they will become fruitful. But the opposite is that it will grow to certain extent only. There is no reapers, no binders, no fruitfulness. Finally, it will dry like that. It appears that it's very green, it is similar to the highly fruitful, but it's not going to happen like that. നമുക്കറിയാം, നിലത്തില് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെയുള്ള ആ വിത്തൊക്കെ വിതച്ചിട്ട് അതിനെ അവരെ പരിപാലിക്കുകയും ഒക്കെ ചെയ്ത് വെള്ളവും ഒക്കെ നനച്ച് അതിനെ എല്ലാം ശരിയായിട്ട് പരിപാലിക്കുമ്പോഴും അതൊക്കെ വളർന്ന് നല്ല ഫലം കൊടുക്കുന്നത് നമുക്കറിയാം. അതിന് പുറകിൽ അധ്വാനമൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഈ പുറപ്പുറത്ത് വീഴുന്ന പുല്ല് നമുക്ക് ആദ്യം തോന്നും ഇത് വളരുന്നു, നല്ലതായിട്ട് ആരോഗ്യത്തോടെ വളരുന്നു തോന്നും, പക്ഷേ അതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയില്ല. This is compared with all the enemies. All the prosecutors will be like the grass that grows on the rooftops. അതോ ഈ പുറപ്പുറത്തുള്ള പുല്ല് പോലെ ആയിരിക്കും നമ്മളെ ഉപദ്രവിക്കുന്ന വിശ്വാസികൾ ഉപദ്രവിക്കുന്ന ആ ആൾക്കാരൊക്കെ ആയിത്തീരുന്നത്. ആദ്യമൊക്കെ നന്നായിരിക്കും, പിന്നെ അവർ അസ്തമിക്കും. That's why it says for us, it's a lesson, a spiritual lesson for us, that whenever we are prosecuted, when we are subjected to many problems, but the eternal hope is that God is going to help us to tide over any problem. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായാലും നമ്മുടെ എതിരാളികളൊക്കെ നമുക്ക് തോന്നും ഒരുപക്ഷെ അവര് നന്നായി വരുന്നു എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അവരുടെ പുരോഗമനമൊക്കെ അവിടെ അസ്തമിക്കും, അവർ നശിച്ചു പോകും എന്നുള്ളതാണ് ദൈവം നമ്മളോട് പറയുന്നത്. But the thing is that, are we ready to be plowed? ചോദ്യം അതിലുള്ളത്, നാം ഉഴവ് ചെയ്യപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവോ എന്നുള്ളതാണ്. If most of the things, all things what we learned is those who has been plowed and plowed again, they become fruitful, and they can tell that with a hope that nobody can prevail against us. But the rider is that, are you ready to be plowed, ready to be subjected to the prosecutors, are ready to be subjected to the various pains? നാം മനസ്സിലാക്കുന്നത് നമുക്കറിയാം, ഉഴവ് ചെയ്തുകൊണ്ട് പല പ്രാവശ്യം ഉഴുത് മറിച്ചു കഴിഞ്ഞാൽ അതിൽ വിത്ത് വിതച്ച് കഴിയുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യമുള്ളത്, നമ്മളെ തന്നെ ഉഴുതു മറിക്കുവാൻ, നമ്മൾ സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അതിനുള്ള സന്നദ്ധത നമ്മൾ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. Because God is righteous, and whenever problem comes, He will deliver us with His grace and mercies. ദൈവം കൃപയുള്ളവനാണ്. എപ്പോഴൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നോ, പ്രതികൂലം വരുന്നോ, ഉപദ്രവം വരുന്നോ, അപ്പോഴൊക്കെയും ദൈവം തന്റെ കൃപയാൽ നമ്മളെ വഹിക്കുന്നവനാണ്. And we also learned in James, thing is that God will allow us how much extent we can bear the pains. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, എത്രത്തോളം ഉപദ്രവം സഹിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ദൈവത്തിന് അറിയാം. ആ പരിധി വരെ മാത്രമേ ദൈവം ഇതൊക്കെ അനുവദിക്കുകയുള്ളൂ. From the life of every believer, every servant of God, it says that God is there every time whenever they are reaching a biggest point in their life, or biggest troublesome points in their life. ഏറ്റവും ഉപദ്രവം നേരിടുന്ന സമയങ്ങളിൽ പോലും കർത്താവ് നമ്മളെ താങ്ങുന്നുണ്ട്, നടത്തുന്നുള്ളത് നമുക്ക് പല ഉദാഹരണങ്ങളിൽ കൂടി മനസ്സിലാക്കാനായിട്ട് കഴിയും. Not only that, many of the missionaries has been plowed by the God, and they became fruitful. They came to different places, and still their life speaks for us. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വന്ന അനേക മിഷണറിമാരെ കുറിച്ച് അറിയാം. അവരുടെ മേലെ അവർക്ക് ഉപദ്രവങ്ങളും അതിന് മേലെ ഉപദ്രവങ്ങള് ഒഴിവുക മാത്രമല്ല, അതിന് മേലെ ഒഴിവുകയൊക്കെ ചെയ്തു. പക്ഷേ അവരുടെ ഫലം അനേകം നമുക്ക് ഇന്ന് കണ്ട് നമുക്ക് ആനന്ദിക്കുവാനായിട്ട് കഴിയും. You can read in Hebrews chapter 11 how many types of prosecution they underwent. എബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിൽ നമുക്കറിയാം എത്രമാത്രം ഉപദ്രവങ്ങളാണ് അവരെ സഹിച്ചതെന്നുള്ളത്. Many times it is better again and again to remember
the pains and troubles they underwent. ആ പിതാക്കന്മാർ എത്രമാത്രം ഉപദ്രവങ്ങളിൽ കൂടി കടന്നുപോയി എന്നുള്ളത് നമുക്കൊന്ന് വായിച്ച് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 35, 36, 37, 38, when you read that, what the types of prosecution they underwent. 11-ാം അധ്യായത്തിന്റെ 34, 35, 36 ആദ്യമായ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And this type of pains they undergone, so we have to be ready to face the problems, so that we can become the fruitful. ഈ പ്രതിസന്ധികളിൽ കൂടി ഉപദ്രവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നല്ല ഫലം കൊടുക്കുവാനായിട്ട് ഇത് കാരണമായി തീരും എന്നുള്ളത്. Whatever stage we are, whether we are in youth, whether we are in whichever age we are, or whichever place we are, we may be subjected to many problems, but still our hope, eternal hope, is the God, the Christ is with us to carry on with Him. നാം ഏത് പ്രായത്തിലായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും എവിടെയായിരുന്നാലും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെയും അത് ഫലകരമായ ഒരു റിസൾട്ടിലേക്ക് അത് വന്നു ചേരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. When the psalmist they are singing, when they are ascending to Jerusalem with a hope that they are going to have a eternal hope, with the same eternal hope we are also come here, we are hearing the message that is God has given for each one of us. ഇതവിടെ ഇസ്രായേൽ മക്കള് ആ യെരുശലേമിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ അവർ പാടി ആശ്വസിച്ച ആ പ്രത്യാശ നിറഞ്ഞതായിരിക്കുന്ന ഈ വാക്യങ്ങള് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്രയില് നമുക്ക് ആശ്വസിക്കുവാൻ തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ നമുക്ക്. These words may be 3,000 years old, but still the same words is valid for us, and it is a real hope for us. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതാണെങ്കിലും ഇന്നും നമ്മുടെ ജീവിതത്തിന് ഇത് പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. And nobody can stand before the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിനെതിരായിട്ട് ആർക്കും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. If anybody has any doubts, remember that nobody, even the promise that is given by God, Christ to Paul, that I am going to give the keys of the kingdom of heaven, the gates of hell cannot stand. ദൈവത്തിന്റെ രാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് അതിനെ നൽകിക്കൊണ്ട് പറയുമ്പോൾ ഇതിനെ ഒന്നിനും അതിനെ കീഴടക്കുവാനായിട്ട് കഴിയുകയില്ല എന്നവിടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലും ഒന്നിനും നമ്മളെ കീഴടക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. And it is eternal hope for each one of us. With that hope we have to live in this world. നിത്യമായിരിക്കുന്ന ഒരു പ്രത്യാശ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്ക് അതിൽ ജീവിക്കുവാനായിട്ട് കഴിയണം. God bless this. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.